ഹർഷ, ശശി തരൂർ വീണ്ടും 2-3 കൽപ്പിച്ചാണെന്നൊക്കെ പറയാം. അതായത് പാർട്ടിയും ഹൈക്കമാൻഡിനെ ഒന്നും അറിയിക്കാതെ നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനെ നടത്തിയ വിരുന്നിൽ പങ്കെടുത്തു. പാർട്ടിക്കാരും അറിഞ്ഞില്ല, രാഹുൽ ഗാന്ധി അറിഞ്ഞില്ല, സോണിയാഗാന്ധി അറിഞ്ഞില്ല, മല്ലികാർജ്ജുൻ ഖാർഗെ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. പക്ഷേ മോദി വിളിച്ചു, ചോറുണ്ണാൻ ശശി തരൂർ പോയി. അതെ, ഈ ഒരു വാർത്ത കാണുമ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കുറെ ദിവസങ്ങളായി ശശി തരൂർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മോദി സ്തുതിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മോദി വിളിക്കുന്നിടത്തൊക്കെ ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ കോൺഗ്രസിൽ നിന്നും ശശി തരൂരിനെ ക്ഷണിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് പോലെ പാർട്ടിയുടെ അനുവാദം ചോദിക്കാതെ തന്റെ ഇഷ്ടപ്രകാരം പോയി എന്നുള്ളൊരു രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു അദ്ദേഹത്തിനെതിരെ പാർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വിഷയത്തിലാണെങ്കിലും ശശി തരൂർ കൃത്യമായി പറയുന്നുണ്ട്, വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കാണ് തന്നെ ഈ ഒരു ക്ഷണം തനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് താൻ പോയി ആ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ പ്രധാന വിഷയം ശശി തരൂർ പോയതല്ല, മറിച്ച് ഈ പറയുന്ന ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെയെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഒന്നും ക്ഷണിച്ചിട്ടില്ല എന്നുള്ള ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇങ്ങനെ ശശി തരൂരിനെതിരെ ഇത്തരത്തിലുള്ള വാർത്തകളും കൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി. അപ്പോൾ പ്രധാനമന്ത്രി സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രപതി വരുമ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവിനെയും ഗവർണറെയും ഇവരെല്ലാവരെയും കാണുന്ന ഒരു സാധ്യതയുണ്ട്. അതിലൊക്കെ പങ്കെടുക്കാതെ വി ഡി സതീശൻ മാറി നിന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഈ വ്ളാഡിമിർ പുടിനെ പോലുള്ള ഒരു നേതാവ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് പോലുള്ള സുപ്രധാനപ്പെട്ട പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ അറിയിക്കാതെ രാഹുൽ ഗാന്ധിയെ മറികടന്ന് ശശി തരൂർ പോയത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ശശി തരൂരിന് എല്ലാത്തിനും ഒരു ന്യായമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്താലും അതിനൊരു ന്യായം അദ്ദേഹം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പലതവണ കോൺഗ്രസിന്റെ യോഗങ്ങളിലും അല്ലെങ്കിൽ മീറ്റിങ്ങുകളിലൊക്കെ ക്ഷണിക്കുമ്പോഴും അദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിച്ചാൽ പോലും അദ്ദേഹം അവിടെ പങ്കെടുക്കാതെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അതിന് മുൻപോ പിൻപോ മോദി സ്തുതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ BJP നടത്തുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ മീറ്റിങ്ങുകളിലോ പങ്കെടുക്കുകയും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതും മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതൊക്കെ സാധാരണമായി നടക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വിശ്വപൗരൻ, തനിക്ക് തന്റേതായ ഒരു വീക്ഷണങ്ങളുണ്ട്, തന്റേതായ ഒരു തീരുമാനങ്ങളുണ്ട്, തന്റേതായിട്ടുള്ള ആശയങ്ങളുണ്ട്. ആ ഒരു രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് പറയാൻ ന്യായമുണ്ട് എന്നുള്ളതാണ്. പിന്നെ പ്രതിപക്ഷത്തോട് ചോദിക്കാതെ അല്ലെങ്കിൽ കോൺഗ്രസിനോട് തന്റെ പാർട്ടിയോട് ചോദിക്കാതെ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂരിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹം ചെയ്യുന്നത് എന്നും ഇത് തന്നെയാണ്, അദ്ദേഹം ആവർത്തിക്കുന്നത് ഇത് തന്നെയാണ്. ഒരുപക്ഷെ പോവാതിരുന്നാൽ മാത്രമാണ് നമുക്ക് അത്ഭുതം എന്ന് പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ശശി തരൂർ ഇതേപോലെ BJP-യിലേക്ക് പോകുന്നു, കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടത്. അതിനകത്തൊന്നും ഈ ഒരു വാർത്ത തുടക്കത്തിൽ കാണുമ്പോൾ നമുക്കൊന്നും അത്ഭുതമൊന്നും തോന്നുന്നില്ല. ആ ഒരു രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ നാളിലും BJP-യോട് ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിന് എപ്പോഴൊക്കെ എതിർക്കാനും അല്ലെങ്കിൽ വിമർശിക്കാനും അവസരങ്ങൾ കിട്ടുന്നുണ്ടോ അതെല്ലാം കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ശശി തരൂരിനെ. കേരളത്തിൽ കൃത്യമായി പെനട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ശശി തരൂരിനുണ്ട്. KC വേണുഗോപാൽ സ്പേസ് കൊടുക്കുന്നില്ല, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല സ്പേസ് കൊടുക്കുന്നില്ല, VD സതീശൻ സ്പേസ് കൊടുക്കുന്നില്ല. ഇവർ മൂന്നിന്റെ ഇടയിൽ കിടന്ന് ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്ന ശശി തരൂർ അങ്ങ് ഡൽഹിയിലേക്ക് ഡൽഹിയിൽ അദ്ദേഹം വിശ്വപൗരനാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി ഡൽഹിയിലേക്ക് എത്തുകയും ഇപ്പോൾ നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് അല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നേടാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം, അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളത്. ഒരു MP എന്നുള്ളൊരു പരിഗണന പോലും കോൺഗ്രസിനകത്ത് നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്നില്ല. യുവ നേതാക്കന്മാർ പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. മുതിർന്ന നേതാക്കന്മാർ ആരും തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് എത്രയ്ക്ക് വിശ്വപൗരനാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിനും അധികാരത്തിൽ ആഗ്രഹമുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു സമയത്ത് തെളിഞ്ഞിരുന്ന കാര്യമാണ്. തനിക്ക് കിട്ടാത്ത ഒരു അധികാരം മറ്റേതെങ്കിലും പാർട്ടി തനിക്ക് നേരെ നീട്ടുമ്പോൾ അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനം മറന്ന് BJP-യിലേക്ക് ചേക്കേറും എന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള കോൺഗ്രസ് ഏക നേതാവ് താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർവേക്ക് പുറത്തുവിട്ടത്. ആ ഒരു സർവേ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂടടുക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പേര് എവിടെയും ഉയർന്നു കേൾക്കുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും കോൺഗ്രസിന് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള 3-4 പേരുടെ പേരുകളിൽ ശശി തരൂരിന്റെ പേരില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഇനി കോൺഗ്രസിൽ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. തനിക്ക് പക്ഷേ ഈ പറയുന്ന പോലെ BJP-യിലേക്ക് പോയാൽ തനിക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി വില കിട്ടും.
BJPക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള BJP നേതാക്കന്മാർ മോദിയെ സ്തുതിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ശശി തരൂർ മോദിയെ സ്തുതിച്ചുകൊണ്ട് എല്ലാ നേരം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു നാളിൽ മോദി ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തന്നെ പ്രതിഷ്ഠിക്കാനുള്ള സാധ്യതകളും അദ്ദേഹം കഴിഞ്ഞ നാളുകളിലൊക്കെ ഇപ്പൊ ഈ ഉപരാഷ്ട്രപതിയൊക്കെ രാജിവെച്ചിരുന്ന സാഹചര്യത്തിൽ ജഗ്ദീപ് ധങ്കറിന്റെ സ്ഥാനത്തേക്ക് ഇദ്ദേഹം BJPയിലേക്ക് പോകുമെന്നും അവിടെ നിന്ന് ഇദ്ദേഹം ഉപരാഷ്ട്രപതിയായി വരുമെന്നുള്ള ഗോസിപ്പുകളും ദേശീയ മാധ്യമങ്ങളുടെ വാർത്തകളും ഒക്കെ വന്നിരുന്നു. പക്ഷെ അതിനെ അത്തരത്തിലുള്ളൊരു പെട്ടെന്ന് അങ്ങ് ചാടിപ്പോകാൻ ശശി തരൂരിനാകില്ല. പിന്നെ കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടതല്ലേ. അദ്ദേഹം ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നതും ചെയ്തുകൊണ്ടിരുന്നതും അതെല്ലാം വിഭിന്നമായി നടത്തുന്ന ഒരു പ്രസ്താവനയായിരിക്കും. അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് മിക്കവാറും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 6 MP കോൺഗ്രസിന്റെ മത്സരിക്കുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും മന്ത്രിസഭയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നൊരു സ്ഥിതിയൊക്കെ ശശി തരൂരിനെ സംബന്ധിച്ചുണ്ട്. എന്ന് വെച്ചാൽ കോർ കമ്മിറ്റിയിലൊക്കെ ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. രാഷ്ട്രീയ സമവാക്യത്തിന്റെ ഭാഗമായി അദ്ദേഹം കോർ കമ്മിറ്റിയിലെത്തുകയും അദ്ദേഹം ഇതിനിടയിൽ വലിയ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. മത സാമുദായിക നേതാക്കളുമായിട്ടുമൊക്കെ ചർച്ചകൾ നടത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു മോഡസ് ഓപ്പറാൻഡിക്ക് ചേർന്ന പരിപാടിയല്ല അതെന്നും അതും ഈ ഒരു എന്തോ ഒരു കല്ലുകടി അതിലുണ്ട് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുകയും പിന്നെ അതിനുശേഷം അദ്ദേഹം പുതിയ പാർട്ടിയായി വിജയിയെ പോലെ പടർന്ന് പന്തലിക്കുമെന്നൊക്കെ കുറെ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ നൽകുന്നതും ഒക്കെ കണ്ടു. പക്ഷെ അതൊന്നും ബലവത്താകുന്നില്ല. അതെ, തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കോൺഗ്രസിനകത്ത് അതൃപ്തിയുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തവണയോ 2 തവണയോ ആണെങ്കിൽ കോൺഗ്രസ് പാർട്ടി ക്ഷമിക്കും. പക്ഷെ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു പ്രസ്താവന പാർട്ടിയിൽ നിന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാർ ആരും തന്നെ നൽകുന്നില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇത്രയും മോദി സ്തുതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം BJPയുടെ അല്ലെങ്കിൽ മോദിയുടെ അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവസരം കിട്ടുമ്പോൾ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് BJPയുടെ കൂടെ BJPയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കോൺഗ്രസിൽ തന്നെ തുടർന്നു പോകുന്ന ഒരു രീതി ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ആർക്കും ഇനി ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒഴികെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ലക്ഷ്യം ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് നിയമസഭയിൽ മത്സരിക്കാനും അതുപോലെ തന്നെ മന്ത്രിസഭയിലേക്ക് എത്തിച്ചേരാനുള്ള പുതിയ പദ്ധതികളായിരിക്കാം ഈ ഒരു ഭീഷണി. പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ പോലും കോൺഗ്രസ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസരം നിയമസഭയിൽ മത്സരിക്കാനുള്ള ഒരു അവസരം കോൺഗ്രസ് നൽകുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് മത്സരിക്കാനുള്ളൊരു സന്നദ്ധത ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും വെക്കുന്ന ക്ലെയിം ശശി തരൂരിന് വെക്കാൻ സാധിക്കും. അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിന് സേഫായിട്ട് ഏതെങ്കിലും മണ്ഡലങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ ജയിച്ചു കയറാൻ സാധിക്കും. എവിടെ മത്സരിക്കുമെന്നുള്ളത് അദ്ദേഹം ഇനി തീരുമാനമെടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ മന്ത്രിസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ളതും അതേപോലെ തന്നെ മന്ത്രിമാർ അതല്ലെങ്കിൽ ഭരണം കിട്ടുമോ എന്നുള്ളതും എപ്പോഴും അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും കോൺഗ്രസ് ഉടനെ തന്നെ ശശി തരൂരിന്റെ ചെവിക്ക് പിടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. കർക്കശമായ നിലപാടുകളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ ശശി തരൂരിനെ ചുമന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ.